ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഇതൊരു 1 വീക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. വീണ്ടും കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ. ഈവനിങ് ആയിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മോർണിംഗ് ടൈമൊക്കെ കോഴിക്കോട് നിന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം മുമ്പല്ല, സെയിം ഡേ, അതായത് അതിൻ്റെ തലേന്ന് നൈറ്റ് നമ്മൾ കോഴിക്കോട് പോയി. ആൻഡ് പിറ്റേന്ന് നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് കണ്ട് കുറച്ചൊക്കെ ഒന്ന് ചിൽ ഔട്ട് ചെയ്തിട്ട് മലപ്പുറത്തിന് തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ റെഡി ആവുന്നതാണ് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മീനെയും കൂട്ടിയിട്ട് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ ഒരു ഈദ് ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സൽവാസ്. ചെറിയൊരു വർക്കൊക്കെ ഉള്ളൂ, ബട്ട് ഭയങ്കര കംഫർട്ടബിളാണ് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹെവി ആയിട്ടൊന്നുമില്ല. ആൻഡ് നമ്മൾ റെഡിയായിട്ട് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാനാണ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താമസിച്ച സെയിം ഹോട്ടലിൽ തന്നെയാണ് ഈ പ്രാവശ്യം നിന്നത്. ഹോട്ടൽ പാരാമൗണ്ട് ടവറാണ്. അത്യാവശ്യം നല്ല സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ ചൂസ് ചെയ്തു. ആൻഡ് ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടൽ പാരഗണിൽ പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്. ആൻഡ് രാത്രി നമ്മൾ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന വഴി അങ്കമാലി നമുക്ക് അടുത്താണ്. അപ്പോൾ അങ്കമാലിയിൽ അപ്പോളോ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ മീൻസ് ആ കോമ്പൗണ്ടിൽ ഒരു പാരഗൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ സെയിം സ്റ്റൂ മട്ടൺ സ്റ്റൂവും വെള്ളപ്പം കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ബട്ട് എന്നാലും നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ പാരഗണിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കോഴിക്കോട് പാരഗൺ. അപ്പോൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആൻഡ് ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു SM സ്ട്രീറ്റിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നല്ല മഴയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ബട്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഭയങ്കര മീൻസ് ഒരു മഴയുണ്ട്, മാറി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഹൈലൈറ്റ് മോൾ കോഴിക്കോടുള്ളവരുടെ, ബട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറി, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ നിന്ന് ബോഡി ഷോപ്പിൽ ഞാൻ നോക്കിയപ്പോൾ 50% ഓഫർ ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് കുറേ നാളായിട്ട് അണ്ടർ ഐ ക്രീം നോക്കി നടക്കുന്നു. അപ്പോൾ അവരുടെ അണ്ടർ ഐ ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കി അത് 2 എണ്ണം വാങ്ങിച്ചു. ഒന്ന് എനിക്ക് വാങ്ങിച്ചു, ഒന്ന് അമ്മയ്ക്ക് വാങ്ങിച്ചു. അത്യാവശ്യം റേറ്റുള്ള അണ്ടർ ഐ ക്രീമാണ്, ബട്ട് 50% ഓഫ് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ലാഭത്തിൽ കിട്ടി. ആൻഡ് അതുപോലെ തന്നെ ഒരു ബോഡി സോപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെയിം ഫ്ലോറിൽ തന്നെ ജയ്പൂർ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു. ചെയിൻ, അതുപോലെ ഒരു ഇയറിങ്, പിന്നെ അമ്മയ്ക്ക് ഒരു ബാംഗിൾ, ഹലാക്ക് ചെയിൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എടുത്തു. 150 അതൊക്കെയാണ് ഓരോന്നിൻ്റെയും പ്രൈസ്. ഡിഫറെൻ്റ് ആണ്, ബട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു സ്നോ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ട് ഒരു സ്നോ തീം പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. ഒരു മിനി മണാലി ട്രിപ്പ് പോയതുപോലെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്, ബട്ട് പോകാൻ പറ്റിയില്ല. ബട്ട് അത്യാവശ്യം നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി, കാരണം നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി റൂമിൽ പോയി വീണ്ടും റെഡി ആവണം, ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും റെഡി ആവണം. അതുപോലെ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് റഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്മൾ പിന്നെ നേരെ റൂമിലേക്കാണ് പോയത്. അറൗണ്ട് ഒരു 6 o'clock to 9 o'clock വരെയാണ് ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ബട്ട് എന്തൊക്കെ വന്നാലും നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീണ്ടും ഒന്ന് നോക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ നമുക്ക് തുറന്നു നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടെ അതൊക്കെ ഒന്ന് നോക്കി ഫുൾ ലേബലൊക്കെ ഒന്ന് ഇങ്ങനെ ശരിക്കും ചെക്ക് ചെയ്യും, ഒന്നുകൂടെ വായിച്ച്. വെറുതെ ആണ്, ബട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒരു 1/2 hour 45 minutes ഒക്കെ റെസ്റ്റ് എടുത്തു. ആൻഡ് കണ്ടോ, ഈ ഒരു ഞാൻ ഇന്നിട്ട ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയറിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെയിൻ സിസ്റ്റർക്കും വാങ്ങിച്ചു, അതുപോലെ ഒരു ചെയിൻ എനിക്കും വാങ്ങിച്ചു. നല്ല ഇഷ്ടപ്പെട്ടു. ജ്വല്ലറി ആ സെക്ഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് ദെൻ ഡ്രസ്സ് മാറി. ഈ ഡ്രസ്സും എൻ്റെ ഒരു ഈദ് ഡ്രസ്സാണ്. ഒരുപാട് റേറ്റുള്ള ഡ്രസ്സല്ല, റേറ്റ് കുറവിന് കിട്ടിയോണ്ടാണ് ഈ പ്രാവശ്യം കുറച്ച്
കുറച്ചധികം ഡ്രസ്സ് വാങ്ങിച്ചത്. അതിനുശേഷം റെഡി ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 2 hour ട്രാവലൊക്കെ ഉണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ഹെവി മേക്കപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, ബട്ട് കുറച്ച് നല്ല ഫങ്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹെവി ആയിട്ട് ചെയ്യാമെന്ന് പിന്നീട് വിചാരിച്ചു. ആൻഡ് ഇത് ഒരു ചെറിയൊരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഈവനിങ് നമ്മളിനി പോയി കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾമോസ്റ്റ് നൈറ്റ് ടൈമിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വീഡിയോ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. റെഡിയായി ജസ്റ്റ് അവിടെ വീട്ടിൽ ചെന്നിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.